അമ്മ ഇവിടെ വന്നിരിക്ക? അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ മോളെ. ഇത്ര വൈകേണ്ട കാര്യമില്ല. പെണ്ണിന്റെ ഒരു കുട്ടിക്കളിയേ. ഞാൻ ഇപ്പോഴും കുട്ടി തന്നെയല്ലേ അമ്മ? നിന്റെ സമപ്രായക്കാർക്കൊക്കെ കുടുംബവും കുട്ടികളുമായി. അപ്പോഴാ അതിപ്പോ എന്റെ കുഴപ്പമാ? ഇനിയിപ്പോ നിന്റെ കാര്യം നീട്ടിക്കൊണ്ടു പോണ്ടെന്നാ അച്ഛന്റെ തീരുമാനം. പിന്നെ അമ്മയെ വിട്ട് ഞാൻ എവിടെയും പോകുന്നില്ല. കല്യാണത്തിന് മുമ്പേ എല്ലാ പെൺകുട്ടികളും ഇതൊക്കെ തന്നെയാ പറയാ. കഴിഞ്ഞാ പിന്നെ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തരവുണ്ടാവില്ല. എന്താ ഒരു ചൂട്. ആ എന്താ ഇത്ര വൈകിയത്? പറയാം, ധൃതി വയ്ക്കല്ലേ. കൃഷ്ണ, ഇവൾക്ക് വേണ്ടി ഒരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അങ്ങ് ചങ്ങനാശ്ശേരിയില്ലേ? ആ, ഒന്ന് അവിടം വരെ പോയതാ. അല്ലേടോ? നല്ല മിടുക്കം പയ്യൻ, മധുരാശിയിൽ നല്ല കമ്പനിയിൽ ഉദ്യോഗവും, ചുറ്റുപാടും തിരക്കേടില്ല. ആ, പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മേലയിടത്തെ മേനോൻ്റെ മകൻ്റെ ഭാര്യ വീട്ടുകാരുമായിട്ട് ഒരു അകന്ന ചർച്ചയുണ്ട്. അവർക്കൊക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൂടുതൽ അന്വേഷിക്കാനില്ല. എന്തായാലും അടുത്ത ആഴ്ച അവരോട് ഇത്രടം വരെ ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പെണ്ണ് കാണൽ എന്നൊരു ചടങ്ങുണ്ടല്ലോ, എന്താ വരാ. ഏതാണ്ട് ഒരു ഉറപ്പ് കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങി. സ്ത്രീധനായിട്ട് അവരൊന്നും ചോദിച്ചില്ല. അല്ല, ചേച്ചൊന്നും അന്വേഷിക്കണ്ടല്ലോ. ഒരു 10-50 പവനോടും നമ്മളെ കയ്യിലുണ്ട്. പോരാത്തത് ആ അപ്പോ അടുത്തന്നെ രുക്മിണി കൊച്ചിന്റെ കല്യാണം കൂടെ അല്ലേ? കല്യാണം കഴിയുന്നവരെ നിനക്കിനി ഇരിക്കാൻ നേരം ഉണ്ടാവില്ല. കുഞ്ഞുനാളിൽ മേനോച്ചന്റെ കൂടെ വന്നതല്ലേ നീ? അപ്പോ എല്ലാം നോക്കി നടത്തേണ്ടത് നീയാ. വലിയ കാര്യം അന്വേഷിക്കാണ്ടൊന്ന് പോയേ. വെട്ടുപോത്തിനോടൊന്നും പറയാനും പാടില്ല, ചോദിക്കാനും പാടില്ല. അച്ഛൻ പറഞ്ഞത് നേരാണോ? പോണ കാര്യം എന്നോട് എന്താ പറയാഞ്ഞേ? നിനക്ക് ചെറുക്കനെ ഉറപ്പിക്കാൻ പോവാണെന്ന് ഞാൻ അറിഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അച്ഛൻ വലിയ സന്തോഷത്തിലാ. എല്ലാം കൊണ്ടും നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ബന്ധമാ. എല്ലാം കെങ്കേമമായിട്ടങ്ങ് നടത്തണം. ഇനിയൊരു കല്യാണപ്പന്തൽ ഈ മുറ്റത്തുയരണമെങ്കിൽ നിന്റെ കുട്ടികൾ വളർന്ന് വലുതാവണ്ടേ? അതുവരെ ഞങ്ങളുണ്ടാവുമെന്ന് ആര് കണ്ടു? എൻ്റെ ഭഗവതി, എല്ലാം നന്നായി നടന്നാൽ മതിയായിരുന്നു. എനിക്കിപ്പോ കല്യാണം വേണ്ടമ്മേ. എനിക്ക് കുറച്ച് നാളുകൂടെ നിങ്ങളുടെ അടുത്ത് നിൽക്കണം. ദേ, എല്ലാം ഒത്തുവന്നിരിക്കുന്ന നേരത്ത് നീയായിട്ടൊരു മുടക്കം പറയണ്ട. അല്ലമ്മേ, ഞാൻ ഒന്നും പറയണ്ട.
ചൊവ്വാദോഷത്തിന്റെ പേരില് എത്ര ആലോചനകളാ മുടങ്ങിയത്. ഇതിപ്പോ ദൈവനിശ്ചയം പോലെ ഉണ്ടായ കാര്യ. മോളായിട്ട് തടസ്സം നിൽക്കരുത്. പെൺകുട്ടികൾ പ്രായം കഴിഞ്ഞ് വീട്ടിൽ നിന്ന കാർന്നന്മാരുടെ മനസ്സിൽ തീയാ. ദേ, അച്ഛനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. നീ അനിഷ്ടമായിട്ട് എന്തെങ്കിലും കാണിക്കുകയോ പറയുകയോ ചെയ്താ ഈ കുടുംബത്തിൽ പിന്നൊരു സ്ഥാനം ഉണ്ടാവില്ല. നീ എൻ്റെ കൂടെ വരണം. എവിടേക്ക്? അതൊന്നും എനിക്കറിയില്ല. നീ കുറച്ച് ധൈര്യം കാണിച്ചാൽ മതി. നമുക്ക് ജീവിക്കാം. നിനക്ക് എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, എൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ ഒപ്പം വരാം. ഇല്ലെങ്കിൽ പറയും, ഞാൻ എൻ്റെ പാട് നോക്കിക്കോളാം. ഏയ്, കരയെത്തി. ഇതാണ് ആ സ്ഥലം. രുക്മിണി, സ്ഥലമായി. വേലയും കൂലി അന്വേഷിച്ചിറങ്ങിയാന്നല്ലേ പറഞ്ഞ്. ഇവിടെയാകുമ്പോ അതിന് മുട്ട ഉണ്ടാവുകയല്ല. നന്നായിട്ട് നയിച്ചാൽ കഴിഞ്ഞുകൂടാം. അല്ല, ഇതൊന്നും വേണ്ടായിരുന്നു. ഇരിക്കട്ടെന്നേ, ഒരു ചായക്കാശ് അത്രേ ഉള്ളൂ. ആ, ഇവിടെ ധനപാലം മുതലാളി എന്ന് പറഞ്ഞൊരാളുണ്ട്. പലിശക്കാരനാണേലും ആള് സഹായിയാ. ഒന്ന് എന്ന് കണ്ടു, എന്തെങ്കിലും പണി ശരിപ്പെടുത്തി തരും. എന്നാ ആട്ടെ. എന്നാ ചെയ്യാനാ, അലിവുള്ളൊരു മനസ്സായി പോയി നമ്മുടെ മുതലാളിയുടെ. സ്കൂളിൽ സ്ഥലം മാറി വന്ന മാഷി ചോദിച്ചു വെച്ചേക്കുമായിരുന്നു. ധനപാലം മുതലാളി പറഞ്ഞാ പിന്നെ ദേ വാടകയുടെ കാര്യത്തിൽ കൃത്യമായിരിക്കണം. ഓ, അതൊന്നും മുടങ്ങില്ല. ഇഷ്ടമായോ? സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ. ആ, ഉള്ളതൊക്കെ മതി. ഓ, ആ പിന്നെ ഈ പച്ച മുതലാളി ഒന്ന് കണ്ടാൽ ചിലപ്പോ കമ്പനിയിൽ ഒരു പണി തരും. കുറച്ചുകൂടി സൗകര്യമുള്ള വീട് നോക്കാം. പിന്നെ ആവട്ടെ, എന്തേലും ഒരു ജോലി ആവുന്നവരെ ഒന്ന് പിടിച്ചു നിൽക്കണം. പിന്നെ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കണ്ടേ? ഞാൻ പറഞ്ഞത് കേട്ടോ? അതിനിപ്പോ എന്താ ചെയ്യാ? തൽക്കാലം നിന്റെ കയ്യിലുള്ള പണ്ടം എന്തെങ്കിലും പണയം വയ്ക്കാം. അതിനിപ്പോ ഞാൻ വേറൊന്നും എടുത്തിട്ടില്ല. എടുത്തിട്ടില്ലേ? പോരാനുള്ള വെപ്രാളത്തിൽ ഞാനതങ്ങ് മറന്നു.